ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ട്രഷർ ഹണ്ടിങ് മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനാണ് ഈ ഒരു കഥയിലെ മെയിൻ ക്യാരക്ടർ. അവളുടെ പേര് ലോറേറ്റ എന്നാണ്, ഇവന്റെ പേര് ഡാഷ് എന്നാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സംസാരിക്കുന്നതിൽ നിന്നും രണ്ടുപേരും ആർക്കിയോളജിസ്റ്റുകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രണ്ടുപേരും ഉള്ളത് ലോസ്റ്റ് സിറ്റി ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിളിലാണ്. ഇത് ഒരുപാട് കാലം മുന്നേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ടെമ്പിളാണ്. ക്യാമറ ഇങ്ങനെ ബാക്കോട്ടേക്ക് പാൻ ചെയ്യുന്ന സമയത്ത് ഇവർ കിടക്കുന്നതിന് ചുറ്റും ഒരുപാട് പാമ്പുകളെ നമുക്ക് കാണാം. അത് മാത്രമല്ല, രണ്ടുപേരുടെ കാലും കൈയും കൂടി കൂട്ടി കെട്ടിയിരിക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ വില്ലൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു ടെമ്പിൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. കാലാ രാജാവിന്റെയും പത്നിയായിട്ടുള്ള താഹയുടെയും കല്ലറ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. അതിനുള്ളിലുള്ള വില മതിക്കാനാവാത്ത ആ ഒരു കിരീടവും എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ലായിരുന്നു. എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വില്ലൻ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചു കയറി വരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഹീറോ ഒരു കാര്യം പറയാണ്, അല്ല ഇവിടെ ഒരുപാട് പാമ്പുകളുണ്ട്, ഇത്രയും നേരമായിട്ടും അതൊന്നും നമ്മളെ കടിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇത്രയും പഴക്കമുള്ള ഈ ഒരു ടെമ്പിളിന്റെ ഉള്ളില് ആ ഒരു പാമ്പുകൾ എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്തിട്ടുണ്ടാവുക? ഇതിനിടയിൽ വില്ലന്റെ ഒരാളുടെ കാലിന്റെ മുകളിലേക്ക് ഒരു പാമ്പ് ഇങ്ങനെ എഴഞ്ഞ് കയറുന്നുണ്ട്. എന്നാൽ അത് അയാളെ കടിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിനൊന്നും തന്നെ ഒരു ലോജിക്കും ഇല്ലെന്ന് ഹീറോ ഇപ്പൊ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ്, നീ പറയുന്നതെല്ലാം ശരി തന്നെയാണ്, ഡിലീറ്റ് എന്ന് പറയുന്നുണ്ട്. അവളത് പറഞ്ഞ സമയത്ത് തന്നെ ചുറ്റുണ്ടായിരുന്ന എല്ലാ പാമ്പുകളും ഒറ്റയടിക്ക് അപ്രത്യക്ഷമായിട്ട് പോവാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് വില്ലൻ ഇപ്പോ ഹീറോയിനോട് പറയുന്നുണ്ട്, അല്ല എന്റെ ഈ ഒരു റോള് നീ കട്ട് ചെയ്യില്ലല്ലോ, ഞാനും നല്ല ക്യാരക്ടർ അല്ലേ, എന്റെ ക്യാരക്ടറിൽ അധികം ലോജിക്കിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. ഹീറോയിന് ഇപ്പൊ അതിനും ഡിലീറ്റ് എന്ന് പറയാണ്. ഉടനെ തന്നെ വില്ലനും അവന്റെ ആളുകളും അവിടുന്ന് അപ്രത്യക്ഷമായി പോവാണ്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോ ഹീറോ ഹീറോയിനെ നോക്കിയിട്ട്, നീ ഇനിയും ആ ഒരു കഥ തീർത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനും അവള് ഡിലീറ്റ് എന്നാണ് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ഒരു റൈറ്റർ ആണ്. അവളുടെ ലാപ്ടോപ്പിൽ എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു കഥയായിരുന്നു നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇവൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ക്ലൈമാക്സ് അത് അവൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഭാഗമെല്ലാം ഇവള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായിക. അവളുടെ പേര് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോറേറ്റ എന്നാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോയിന് ഒരു കോള് വരുന്നുണ്ട്. അത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോറ എഴുതുന്ന ഈ ഒരു ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവളാണ്. അത് മാത്രമല്ല, ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സും ആയിരുന്നു. അവളുടെ പേര് ബെത്ത് എന്നാണ്. ബെത്ത് ഇപ്പൊ എന്തിനാ വിളിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളൊരു ബുക്ക് ടൂർ നടത്താനായിട്ട് പോവാണ്. ഇവളുടെ ഈ ഒരു ബുക്ക് അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും അതിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ബുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയാണ്. എന്നാൽ ലോറേറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ക്ലൈമാക്സിലേക്കൊന്നും എത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായിരുന്നു. ബെത്ത് ഇപ്പൊ പറയാണ്, ജോൺ മരിച്ചതിൽ എനിക്കും വിഷമമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നീ ആ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കല്ലേ, എത്രയും പെട്ടെന്ന് ആ ഒരു ബുക്ക് എഴുതി തീർക്ക് എന്നിങ്ങനെ പറയാണ്. ജോൺ നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ആയിരുന്നു. ഹീറോയിൻ ഇപ്പോൾ അവളുടെ ഹസ്ബൻഡിന്റെ റൂമിലേക്ക് പോയി നോക്കുകയാണ്. ഉള്ളിൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചെടുത്തിട്ടുള്ള ചില ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇവളുടെ ഹസ്ബൻഡ് ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. അവൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനെയാണ് അവൾ ഈ ഒരു ഫാന്റസി കഥകളും കാര്യങ്ങളെല്ലാം എഴുതാൻ തുടങ്ങിയത്. ഇപ്പോൾ ഹീറോയിൻ വീണ്ടും ആ ഒരു കഥയുടെ ഉള്ളിലേക്ക് പോവാണ്. അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കഥയിലുള്ള ഹീറോയിനും അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ഹീറോയിനും തമ്മിൽ ഡിസ്കസ് ചെയ്യാണ്. ആ ഒരു രാജാവിന്റെയും രാജ്ഞിന്റെയും കിരീടം അവസാനം വരെ ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഇവൾ ഈ ഒരു കഥ ഫിനിഷ് ചെയ്യുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുക്ക് ടൂർ നടക്കുന്ന ദിവസമായിട്ടുണ്ട്. ഹോട്ടൽ റൂമിൽ എല്ലാവരും ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഈ ഒരു ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ട് നിൽക്കുന്ന ലേഡിയില്ലേ, അവരാണ് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബെത്ത്. ബെത്ത് ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് ഹീറോയിനോട് പറയാണ്, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ആവാൻ പോവാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുക. എന്നാൽ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഭയങ്കര നെർവസ് ആയിരുന്നു. ആളുകളുടെ മുന്നിലേക്ക് പോകാനും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പറയാനും ഹീറോയിന് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു റൂമിൽ സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് മറ്റൊരു ലേഡി കൂടി നിൽക്കുന്നില്ലേ, അവൾ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. അതുകൊണ്ട് അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബെത്ത് ഹയർ ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ മാനേജറാണ് അവള്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവൾ ഇട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സ് അത് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒട്ടും കംഫർട്ടബിൾ അല്ല, ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോകണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കിട്ടിയപ്പോൾ ബെത്ത് പറയാണ്, ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആളുകളുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് പോകാനായിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നീ ഇത് ഇട്ടേ പറ്റുമെന്ന് ബെത്ത് ഇപ്പോൾ വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ തുടങ്ങാനായിട്ടുണ്ട്. ആളുകളെല്ലാം വളരെ ക്യൂരിയോസിറ്റിയോടെ ഇവരെ നോക്കിയിരിക്കുകയാണ്. ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്നുണ്ടായിരുന്ന ലോറ ഇപ്പോൾ ബെത്തിനോട് പറയാണ്, എനിക്ക് അവിടെ പോയിരുന്ന് സംസാരിക്കാനായിട്ട് ഭയങ്കര ടെൻഷനായിട്ട് പാടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവളിപ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് അവിടെ ഒന്ന് പറയുന്നുണ്ട്. നിനക്ക് ഇങ്ങനെ പേടിയുണ്ടാവും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ആലനെയും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറയാണ്. എന്നാൽ ആലൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് കേട്ട സമയത്ത് തന്നെ ഹീറോയിൻ ഷോക്ക് ആവുകയാണ്. ആലൻ ആരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ എഴുതുന്ന ബുക്കിന്റെ എല്ലാം കവർ പേജിൽ ഹീറോ ആയിട്ട് വരുന്ന മോഡലാണ് ആലൻ. ദയവ് ചെയ്തിട്ട് അവനെ മാത്രം ഇങ്ങോട്ടേക്ക് വിളിക്കരുതെന്ന് ലോറ
ലോറ ഇപ്പോൾ ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ബെത്താണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്തേക്കും സ്റ്റേജിലേക്ക് നമ്മുടെ ഹീറോയിനെ വിളിക്കുകയാണ്. അവൾ സ്റ്റേജിലേക്ക് കയറിയ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും എണീറ്റ് വന്നിട്ട് കൈയടിക്കുകയാണ്. ലാറ ഇപ്പോൾ അവിടെയുള്ള ഒരു കസേരയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആങ്കർ വിളിച്ചത് നമ്മുടെ ആലനെ ആയിരുന്നു. ആലൻ ഇപ്പോൾ സ്റ്റൈലായിട്ട് വലിയൊരു മുടിയൊക്കെ വെച്ചിട്ട് സ്റ്റേജിലേക്ക് കയറി വരികയാണ്. കയറി വരുന്ന വഴിക്ക് തന്നെ ആശാൻ നല്ല രീതിയിൽ ഷോ ഓഫ് ചെയ്യുന്നുണ്ട്. ഡാൻസും ഫൈറ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് എന്തൊക്കെയോ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഡാൻസ് കളിക്കാനായിട്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കുകയാണ്. എന്നാൽ ഹീറോയിന് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവനിപ്പോൾ പിടിച്ചു വലിച്ചിട്ട് ഹീറോയിന്റെ കൂടെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒക്കെ വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് മുഴുവനും നല്ല ആവേശത്തിലാവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആങ്കർ ഇപ്പോൾ ഇവരോട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആലൻ ചാടി കയറിയിട്ട് അതിന് ആൻസർ ചെയ്യും. ഹീറോയിനെ ഒന്ന് സംസാരിക്കാൻ പോലും അവൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് ലോസ്റ്റ് സിറ്റി ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു ഡി എന്താന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആലൻ കയറി പറയാണ് ലോസ്റ്റ് സിറ്റി ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ്റ്റ് സിറ്റി ഓഫ് ഡാഷ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇവൻ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന്റെ പേര് ഡാഷ് എന്നാണല്ലോ, ആ ഒരു പേരാണ് ഈ ഡി എന്ന് അവനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ് അതൊന്നുമല്ല, ഡി ഫോർ ഡാഷ് അല്ല, ഈജിപ്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വാക്കാണ്. ആ ഒരു വാക്ക് അത് പ്രൊനൗൺസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഡി എന്ന് എഴുതിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവളിങ്ങനെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഓഡിയൻസിന് നല്ല രീതിയിൽ ബോറടിക്കുകയാണ്. എന്നാൽ ഡാഷിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആലൻ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ എല്ലാവരും കൈയടിച്ച് ചാടി എണീറ്റിട്ട് ആർത്തി വിളിക്കാറുണ്ട്. അതിലും ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു പെൺകുട്ടി എണീറ്റ് എന്നിട്ട് ഹീറോയിന്റെ ഷർട്ട് അയക്കാനായിട്ട് പറയാണ്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും പറ്റില്ല എന്ന് പറയാണ്. റൈറ്ററിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കേ, അതിനുള്ളൊരു സെഷനാണിത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു പെൺകുട്ടി കൈ പൊക്കിയിട്ട് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് എണീക്കുന്നുണ്ട്. എന്നാൽ അവള് പറഞ്ഞതും സെയിം കാര്യം തന്നെയായിരുന്നു. ഡാഷിന്റെ ഷർട്ട് അയക്കാൻ പറ്റുമോ എന്നിങ്ങനെ ലോറയോട് ചോദിക്കുന്നുണ്ട്. ഓഡിയൻസ് ബുക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്കും വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് മെല്ലെ എണീറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയുടെ ബാക്കിൽ നിന്നിട്ട് ഷർട്ട് മെല്ലെ മെല്ലെ അഴിക്കുകയാണ്. ഒട്ടും തന്നെ താല്പര്യം ഇല്ലാതെയായിരുന്നു അവൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് അവന്റെ മുടിയിൽ കുടുങ്ങുകയാണ്. ഇപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് അവന്റെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു വിഗ് ആയിരുന്നു. ഇവള് ബ്രേസ്ലെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ആ ഒരു വിഗ് ഒഴിഞ്ഞു പോരാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് എല്ലാം ചാടി എണീക്കുന്നുണ്ട്. അവർക്ക് ഇതൊരു ഷോക്കായിരുന്നു. ഇങ്ങനെ വെപ്രാളം പിടിച്ചിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ആലനെ ഇപ്പോൾ അവൾ തള്ളിയിടുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ബുക്കിന്റെ മണ്ടയ്ക്കായിരുന്നു അവൻ പോയി വീണിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അലച്ചു തല്ലി വീണ് മാനം പോയിട്ടുള്ള നമ്മുടെ നായകൻ നൈസായിട്ട് ഇപ്പോൾ അവിടുന്ന് പോവാണ്. ഹീറോയിൻ ഇപ്പോൾ അവിടെയുള്ള ആളുകളോട് മുഴുവനും ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബുക്ക് ടൂർ എല്ലാം കൊളാക്കിയിട്ട് ഇപ്പൊ എല്ലാവരും കൂടി ബെത്തിന്റെ റൂമിൽ അങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ലാറ പറയാണ്, ഇതാണ് എന്റെ അവസാന ബുക്ക്, ഇനി ഞാൻ ബുക്ക് എഴുതുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട സമയത്ത് നമ്മുടെ ആലന് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. ഇനിയും ഈ ഒരു സീരീസിൽ ബുക്കുകൾ ഇറങ്ങിയിട്ടില്ലാന്നുണ്ടെങ്കിൽ അവനിപ്പോൾ ആ ഒരു ഫെയിം മെല്ലെ മെല്ലെ കുറയാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഹീറോയിന്റെ പുറകെ തന്നെ വന്നിട്ട് ഒരുപാട് കെഞ്ചി നോക്കുകയാണ്. എന്നാൽ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നു. ഞാൻ ഇനിയും ബുക്ക് എഴുതാം, പക്ഷെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ മെയിൻ ആയിട്ടുള്ള 2 ക്യാരക്ടറിനെയും ഞാനങ്ങ് കൊന്നു കളയും എന്നൊക്കെ അവളിപ്പോൾ പറയുന്നുണ്ട്. അതോടെ നിന്റെ ഷോ ഓഫ് എല്ലാം തീരുമല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവനിപ്പോൾ അവളോട് ഷൗട്ട് ചെയ്യാണ്. ഈ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിൻ ഹോട്ടലിന്റെ പുറത്തേക്ക് വന്നിട്ട് ആ ഒരു ദേഷ്യത്തിൽ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡസ്റ്റ്ബിനൊക്കെ ചവിട്ടി താഴെ ഇടുന്നുണ്ട്. ഇപ്പൊ സെക്യൂരിറ്റി അവളെ നേരെ നോക്കിയിട്ട് കണ്ടുവരിട്ടാണ്. സോറി, ഞാൻ കുറച്ച് ഫ്രസ്ട്രേഷനിലായിരുന്നു, ഞാൻ തന്നെ പെറുക്കി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ ആ ഒരു പൊടിയും മണലൊക്കെ വാരി അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. ആലനും ഈ ഒരു സമയത്ത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ. കുറച്ചു നേരം അങ്ങനെ അവിടെ നിന്ന സമയത്ത് അവനൊന്ന് കൂളായിട്ടുണ്ട്. അവളോട് ഞാൻ അങ്ങനെ ഒന്നും സംസാരിക്കാനായിട്ട് പാടില്ലായിരുന്നു. എന്തായാലും അവളോടൊരു സോറി പറയാന്ന് പറഞ്ഞിട്ട് അവൾ പോയിട്ടുള്ള ഭാഗത്തേക്ക് ഹീറോയിൻ വരുന്നുണ്ട്. ഹീറോയിൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഒരു കാറ് വരാണ്. അവൾ വേറൊന്നും നോക്കാതെ കാറിനുള്ളിലേക്ക് ചാടി കയറുകയാണ്. ഇവള് കയറിയ ഉടനെ തന്നെ കാറിന്റെ 2 സൈഡിൽ നിന്നും 2 ആളുകൾ വന്നിട്ട് ഇവളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുവാണ്. അവൾ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും ഇവന്മാര് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സീനൊക്കെ നമ്മുടെ ഹീറോയിൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവൻ അവിടേക്ക് ഓടിയെത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു കാർ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു കിഡ്നാപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ കാറിന്റെ പുറകെ മറ്റൊരു കാറിൽ ചേസ് ചെയ്യാനായിട്ട് ഹീറോ ശ്രമിക്കുന്നുണ്ട്. ആ കാറുകാരനോട് വേഗം എടുക്ക്, ആ ഒരു കാറിനെ ഫോളോ ചെയ്യുന്നൊക്കെ പറഞ്ഞ സമയത്ത് അയാൾ ആ ഒരു കാറിന്റെ ഗ്ലാസും പൊക്കിയിട്ട് അവിടുന്ന് പോവുകയാണ്. നമ്മുടെ ഹീറോയിനെ തട്ടിക്കൊണ്ടുവന്ന ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് വലിയൊരു ബിൽഡിങ്ങിലേക്ക് അവളെ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നുണ്ട്. അവിടെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ വില്ലൻ അങ്ങനെ നിൽക്കുന്നത്. ഇവനിപ്പോ ഇവളെ കണ്ട സമയത്ത് തന്നെ ഒരുപാട് റെസ്പെക്റ്റോടെ അവിടേക്ക് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് ഇവൾ എഴുതിയിട്ടുള്ള ആ ഒരു ബുക്കിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിൻ പറയാണ്, ഓ ഇതൊരു പ്രാങ്ക് ആയിരുന്നല്ലേ, ഓ ഞാനാകെ പേടിച്ചുപോയി, നിങ്ങൾ എന്റെ വലിയ ഫാനാണോ? എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ആ ഒരു ബുക്ക് എന്നൊക്കെ ഞാൻ അതിൽ വേണമെങ്കിൽ ഓട്ടോഗ്രാഫ് ഇട്ട് തരാം. എന്നാൽ അവനിപ്പോൾ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് പ്രാങ്ക് ഒന്നുമല്ല, നീ ഈ ബുക്കിൽ എഴുതി വെച്ചേക്കുന്നതിൽ പകുതിയും അത് റിയൽ ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ചില ഈജിപ്ഷ്യൻ ലാംഗ്വേജും നീ ആ ഒരു ബുക്കിൽ വരച്ച് ചേർത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിനക്ക് ഈജിപ്ഷ്യൻ ലാംഗ്വേജ് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നെ ഇവിടേക്ക് കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. നിനക്ക് വേണ്ടിയിട്ട് മറ്റൊരു സർപ്രൈസും കൂടി ഞാൻ പറയാൻ പോവാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഥയിലുള്ള ദ ലോസ്റ്റ് സിറ്റി ഓഫ് ഡി അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ രാജാവിന്റെ കല്ലറ മാത്രം എനിക്ക് ഇത്രയും നാളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനുള്ളിലുള്ള വിലമതിക്കാനാവാത്ത രാജ്ഞിയുടെ കിരീടം അത് വലിയൊരു നിധിയാണ്. ഇത്രയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പൊ വില്ലൻ ഒരു പെട്ടി പുറത്തെടുക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് അതിപ്പോ ഹീറോയിന്റെ മുന്നിലേക്ക് അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് തുറന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ
നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പഴക്കമുള്ള ഒരു കടലാസ് ഉണ്ടായിരുന്നു. അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈജിപ്ഷ്യൻ ലാംഗ്വേജിൽ എഴുതി വെച്ചിരിക്കുകയാണ്. രാജാവിന്റെ കല്ലറയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്നാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈജിപ്ഷ്യൻ ലാംഗ്വേജിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വില്ലന് ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ അടുത്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറയാണ്. നിനക്ക് ഈജിപ്ഷ്യൻ ലാംഗ്വേജ് ഡീകോഡ് ചെയ്യാനായിട്ട് കഴിയില്ലേ? അപ്പൊ തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. നിന്റെ ഹസ്ബൻഡ് ആയിരിക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം നിനക്ക് പറഞ്ഞു തന്നും കാണിച്ചു തന്നതും. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിൻ ഷോക്കായിട്ട് അവന്റെ അടുത്ത് പറയാണ്, ദയവീതിട്ട് എന്നെ ഈ ഒരു കാര്യങ്ങളിലേക്കൊന്നും ഇൻവോൾവ് ചെയ്യരുത്. ഞാൻ ഈ ഒരു റിസർച്ചും കാര്യങ്ങളെല്ലാം എന്റെ ഹസ്ബൻഡ് മരിച്ചതോടെ നിർത്തിയതാണ്. എന്നെ അതിലേക്ക് ഇനിയും എടുത്തിടരുതെന്ന് പറയാണ്. ഇപ്പൊ വില്ലൻ പറയുന്നുണ്ട്, വാ നിന്നെ ഞങ്ങൾ കൊണ്ടാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനൊരു കാർ വിളിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവർ നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിലായിട്ടുണ്ടായിരുന്ന വലിയൊരു ഷട്ടർ ഓപ്പൺ ആവുകയാണ്. അത് തുറന്ന ഉടനെ തന്നെ ഒരുപാട് കാറ്റ് ഇവർ നിൽക്കുന്ന ഈ റൂമിലേക്ക് അടിച്ചു കയറുകയാണ്. ഹീറോയിൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ ജെറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. വാ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വില്ലൻ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ പേടിച്ച് അവിടുന്ന് എണീറ്റ് ഓടാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ വില്ലന്റെ ആളുകൾ വന്നിട്ട് ക്ലോറോഫോം അടിച്ച് അവളെ മയക്കിയിട്ടുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവനിപ്പോ ബെത്തിന്റെയും അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ മീഡിയ ലേഡിയുടെ കൂടെയും ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസിൽ അറിയിക്കണോ വേണ്ടയോ, ഇനി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഹീറോ ഒരു ഐഡിയ ആയിട്ട് വരികയാണ്. കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളെ രക്ഷിക്കുന്ന ഏജന്റുകൾ ഉണ്ടാവില്ലേ, അതായത് നമ്മൾ ഈ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ അതേപോലെ ആരെങ്കിലും വിളിച്ചാലോ എന്ന് ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്. എന്നാൽ ബെത്ത് പറയാണ്, അങ്ങനെ ഒരാളെ നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഇപ്പോ ഹീറോയും കുറെ നേരം ആലോചിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇവൻ പണ്ട് യോഗ ക്ലാസ്സിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഇവൻ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് ജാക്ക് ട്രെയിനർ എന്നാണ്. പുള്ളി അടിപൊളിയാണ്, പണ്ട് നേവിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ ഒരു കേസ് നമുക്ക് പുള്ളിയെ ഏൽപ്പിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബെത്തും ഓക്കെ പറഞ്ഞിട്ട് അയാളുടെ നമ്പർ എടുത്തിട്ട് ഇവർ മൂന്നുപേരും കൂടി വിളിക്കുകയാണ്. വിളിച്ച ഉടനെ തന്നെ ജാക്ക് ദ ട്രെയിനർ ചോദിക്കുന്നുണ്ട് അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്നുള്ളത്. ഫോൺ ഇവിടെ ഓഫീസിൽ വെച്ചിട്ടാണ് പോയത്. അവളുടെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ജാക്ക് പറയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫോൺ എടുത്തിട്ട് ഫൈൻഡ് മൈ ഡിവൈസ് ഓൺ ചെയ്താൽ പോരെ, അവളുടെ ലൊക്കേഷൻ അറിയില്ലേ എന്നൊക്കെ പറയാണ്. ഇപ്പൊ ഹീറോയും ഫോൺ ഓൺ ആക്കിയിട്ട് ഫൈൻഡ് മൈ ഡിവൈസിൽ തപ്പി നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഹീറോയിൻ ഇപ്പൊ ഉള്ളത് അറ്റ്ലാന്റിക്കിന് നടുവിലാണ്. ആ ഒരു ലൊക്കേഷൻ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ജാക്ക് ദ ട്രെയിനർ പറയാണ്, അവർ തീർച്ചയായിട്ടും ഒരു ഫ്ലൈറ്റിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഏത് ഐലൻഡിലേക്കാണ് പോകുന്നതെന്ന് നോക്കിയിട്ട് എന്നെ വിളിച്ചു പറയണം. അത് മാത്രമല്ല നാളെ നീ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ ഈ ഒരു ഫോണും എനിക്ക് തരണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. എണീറ്റ ഉടനെ തന്നെ വില്ലനെ കുറെ തെറി പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് എണീക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു മരുന്നിന്റെ സെഡേഷൻ ഇതുവരെ മാറിയിട്ടേ ഇല്ല. ഇപ്പോ വില്ലൻ ഹീറോയിന്റെ അടുത്ത് പറയാണ്, നമ്മളിപ്പോ ആ ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നീ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള ദ ലോസ്റ്റ് സിറ്റി ഓഫ് ഡി ഉള്ളത്. ഇനി കുറച്ച് ദിവസങ്ങൾക്കകം ഈ ഒരു ഐലൻഡിലുള്ള അഗ്നിപർവ്വതങ്ങളെല്ലാം ആക്റ്റീവ് ആവാനായിട്ട് പോവാണ്. അതിനു മുന്നേ നമുക്ക് ആ ഒരു നിധി കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്ര അർജന്റായിട്ട് നിന്നെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഓരോരോ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ആ ഒരു ഐലൻഡിൽ വന്ന് ഇറങ്ങുകയാണ്. അവിടുന്ന് വില്ലന്റെ ആളുകൾ ഇവരെ ജീപ്പിൽ കൂട്ടിയിട്ട് ആ ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നോക്കുന്ന സമയത്ത് മണ്ണിന്റെ അടിയിൽ ഉറങ്ങി കിടക്കുന്നുണ്ടായിരുന്ന ദ ലോസ്റ്റ് സിറ്റി അതിപ്പോ പുറത്തേക്ക് ഇവർ തെളിച്ചെടുത്തിരിക്കുകയാണ്. അല്ല ഈ ഒരു സിറ്റി നീ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഒരുപാട് അത്ഭുതത്തോടെ ഹീറോയിൻ വില്ലനോട് ചോദിക്കുകയാണ്. ഇവിടെയുള്ള അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് ആ ഒരു ലാവയും ചാരവും ഒക്കെ ഈ ഒരു നഗരത്തിന് മുഴുവൻ മൂടിയിട്ടുണ്ടായിരുന്നു. അതിനടിയിൽ പെട്ടി കിടന്നുകൊണ്ടാണ് ഇത്രയും കാലം ഈ ഒരു സിറ്റി ആർക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാത്തത്. എന്നാൽ ഈ ഒരു വോൾക്കനോസ് ഇപ്പൊ വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിയുടെ ചില ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സ്ഥലം സ്പോട്ട് ചെയ്തിട്ട് ആർക്കിയോളജിസ്റ്റുകളെ വെച്ചിട്ട് ഈ ഒരു സ്ഥലം ഞാൻ കൃത്യമായിട്ട് തന്നെ പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ വില്ലനും ടീമും കൂടിയിട്ട് ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹീറോയിനെ കൊണ്ടിരുത്തുന്നുണ്ട്. ആ ഒരു ചെയറിൽ അവളെ അങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരു കൈ മാത്രം കെട്ടിയിട്ടാണ് വില്ലൻ ഇപ്പൊ പറയാണ്. എന്നിട്ട് അവളുടെ മുന്നിലേക്ക് ഇവൻ അവിടുന്ന് കണ്ടെടുത്തിട്ടുള്ള ആ ഒരു പഴയകാല പേപ്പർ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന എഴുത്ത് അതിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറയാണ്. ഹീറോയിനും അന്ന് രാത്രി മുഴുവനും എടുത്തിട്ട് അത് ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഹീറോ ലോറയുടെ ഫോണുമായിട്ട് ആ ഒരു ഐലൻഡിലേക്ക് വരുന്നുണ്ട്. അവിടെ ഇവനെ കാത്തിട്ട് ജാക്ക് ദ ട്രെയിനറും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജാക്കിനെ കണ്ട സമയത്ത് തന്നെ ഹീറോ പോയിട്ട് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസിൽ അവനെ അങ്ങനെ നിർത്തുന്നുണ്ട്. എവിടെ നീ അവളുടെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം കൊണ്ടാന്ന് പറയാണ്. ഹീറോയും ഇപ്പൊ ആ ഒരു ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാ ഓക്കെ ഇനി അവളെ രക്ഷിച്ചതിന് ശേഷം നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് ജാക്ക് അവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. എന്നാൽ ഹീറോ ഇപ്പൊ വന്നിട്ട് പറയുന്നുണ്ട്, അല്ല നീ പോകുന്ന കൂട്ടത്തിൽ ഞാനും വന്നോട്ടെ, അവളെ അവിടുന്ന് രക്ഷിക്കുന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടാവണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാക്ക് ചിരിച്ചിട്ട് അവനോട് പറയാണ്, നീ അവളെ ലവ് ചെയ്യുന്നുണ്ടല്ലേ, ഓക്കെ നിന്റെ ബാഗൊക്കെ എടുത്തിട്ട് കാറിലേക്ക് വെക്കാൻ പറയുന്നുണ്ട്. അവനും ഇപ്പോൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്ന വലിയൊരു കാറിലേക്ക് ഈ ഒരു ബാഗെല്ലാം കൂടി എടുത്ത് വെക്കുകയാണ്. എന്നാൽ ജാക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ചെറിയൊരു ക്യൂട്ട് കാറായിരുന്നു. ഇപ്പൊ ജാക്ക് അവനൊരു നോട്ടം നോക്കുന്നുണ്ട്. ആ ഒരു നോട്ടത്തിൽ തന്നെ ഹീറോയ്ക്ക് കാർ ഏതെന്നുള്ളത് മനസ്സിലാവാണ്. അങ്ങനെ ഹീറോയിന്റെ ഫോണിലുണ്ടായിരുന്ന ആ ഒരു ട്രാക്കർ ഉപയോഗിച്ചിട്ട് ലൊക്കേഷൻ ഉപയോഗിച്ചിട്ട് അവർ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി മുഴുവനും അവൾ അത് ഡീകോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പൊ വില്ലൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് എന്തായി കാര്യങ്ങൾ ഡീകോഡ് ചെയ്തോന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. വില്ലൻ അവൾക്ക് കുറച്ചും കൂടി സമയം കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഇപ്പോ നമ്മുടെ അണ്ണന്മാര് രണ്ടുപേരും കൂടിയിട്ട് ഏതോ ഒരു കാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്താണ് ലോറയല്ലേ എന്നുള്ളത് ആ ഒരു മാപ്പിൽ കാണിക്കുന്നുണ്ട്. ജാക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡി ആവാണ്. ആ ഒരു സമയത്ത് ഹീറോയിന്റെ അടുത്ത് നീ ഇവിടെ തന്നെ നിന്നാ മതി,
ഞാൻ അവളെയും കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ പോവാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഹീറോ പറയുന്നുണ്ട്, അതല്ല എനിക്കും നിന്റെ കൂടെ വരണമെന്നുണ്ട്. അതായത് അവളെ രക്ഷിച്ചതിന് ശേഷം നീ ഇപ്പൊ സേഫ് ആണ്, അങ്ങനെ ഒരു ഡയലോഗ് പറയണമെന്ന് ഹീറോ ഇപ്പൊ പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് ജാക്കിന്റെ കിളി പോകുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ പോയിട്ട് അവളെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം, ഇവിടെ വരുന്ന സമയത്ത് നീ ആ ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി, ഓക്കെ ഇവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞിട്ട് ജാക്ക് ഇപ്പൊ പോവാണ്. ഇവൻ പോയതിന്റെ ദേഷ്യത്തില് ഹീറോ ആ ഒരു കാറിന്റെ ഡോർ വലിച്ചടയ്ക്കുന്നുണ്ട്. എന്നാലും താക്കോൽ അതിന്റെ ഉള്ളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പൊ പുറത്താവുകയാണ്. ഇപ്പൊ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ ജാക്കിന്റെ പുറകെ തന്നെ നൈസായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വില്ലന്റെ ബൗണ്ടറിയിലേക്ക് ചാടി കിടന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ കുറെ ബോംബുകൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ മുന്നിലേക്ക് വരുന്ന ആളുകളെല്ലാം നൈസായിട്ട് ഇടിച്ച് നോക്ക് ഔട്ട് ചെയ്തിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് പോവാണ്. ഇതിനിടയിൽ ആലൻ അവനെ ഫോളോ ചെയ്യുന്നത് അവൻ കാണുന്നുണ്ട്. ഇവനെ കൊണ്ട് വല്ലാത്ത തലവേനായാലും ഈശ്വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മുന്നോട്ടേക്ക് തന്നെ പോവാണ്. അവസാനം അവൻ ഹീറോയിനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടെന്റിൽ എത്തിയിട്ടുണ്ട്. ഓ, നിന്നെ കാണാൻ ഇത്ര ഭംഗി ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാക്ക് അയാളുടെ ഉള്ളിലുള്ള ആ ഒരു കോഴിത്തരം പുറത്തെടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. നമുക്കിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഒട്ടും സമയമില്ല, ബാക്കിയുള്ള ആളുകൾ വരുന്നതിന് മുന്നേ നമുക്ക് പുറത്ത് കിടക്കണം എന്ന് പറയാണ്. ഇപ്പൊ ഹീറോയിനും അവളുടെ ചെയറിലുള്ള കെട്ടുകൾ അയച്ചു കൊടുക്കാൻ പറയാണ്. എന്നാൽ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെയറായിട്ട് ഇവിടുന്ന് പോവാന്ന് പറയാണ്. ഹീറോയിൻ ഇതിന്റെ ഇടയിൽ നമ്മുടെ വില്ലൻ കൊടുത്തിട്ടുള്ള ആ ഒരു പേപ്പർ അവിടുന്ന് അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോ അവളെ തടയാണ്. നമ്മൾ ഇതും എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ഫോളോ ചെയ്ത് പുറകെ വരും, അതുകൊണ്ട് അത് എടുക്കണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ഇവന്റെ നേരെയും അറ്റാക്ക് ചെയ്യാണ്. ആലൻ ഇപ്പോ അവനെ അടിച്ചിടാൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ അവൻ കാണാതെ ആ ഒരു പേപ്പർ അവളുടെ കയ്യിൽ എടുത്ത് വെക്കുന്നുണ്ട്. ജാക്കും ഹീറോയും കൂടിയിട്ട് അവളെ തൂക്കിയെടുത്തിട്ട് അവിടുന്ന് കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് തന്നെ ജാക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബോംബ് ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ഡിസ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇപ്പോ അത് മാത്രമല്ല ഇവരുടെ കാറുകളിലേക്കും ജാക്ക് ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രക്ഷപ്പെട്ടിട്ട് ഇവരുടെ കാറിന്റെ അടുത്തേക്ക് എത്തുവാണ്. ഹീറോ ഇപ്പോൾ അവന്റെ ഡയലോഗ് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, നമ്മളിപ്പോൾ സേഫ് ആയിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഇവൻ ആ ഒരു ഡയലോഗ് പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജാക്ക് കയറി പറഞ്ഞിട്ടുണ്ട്. ഹീറോയിനും ഇപ്പോൾ ജാക്കിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ജാക്ക് ഇപ്പോൾ അവളോട് പറയുന്നുണ്ട്, നിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആശാൻ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ എവിടുന്ന് ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്നിട്ട് നമ്മുടെ ജാക്കിന്റെ തല വഴി കയറി പോവാണ്. അങ്ങനെ ജാക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിനും ആണെന്നുണ്ടെങ്കിൽ പേടിച്ച് വരച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്നൈപ്പറുകൾ ഇവരുടെ നേരെ തുരുതുരാന്ന് വെടിവെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഹീറോയിൻ പറയാണ്, നീ അന്തം വിട്ട് നിൽക്കാതെ എന്നെ പിടിച്ച് ഈ ഒരു കാറിനകത്ത് കയറ്റ്, എന്നിട്ട് കാറുമായിട്ട് ഇവിടുന്ന് പോന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോയും അവളെ ഇപ്പൊ തൂക്കിയെടുത്തിട്ട് ആ ഒരു കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് ചെയറോടെ ഇടുകയാണ്. അതിനുശേഷം കാറുമായിട്ട് 100-110 മുന്നിലേക്ക് പോകുന്നുണ്ട്. ഇവര് പുറകെ വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ നല്ല രീതിയിൽ പേടിച്ചായിരുന്നു കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് ആടി ഉലഞ്ഞാണ് ആ ഒരു കാർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഹീറോ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ പോകുന്നതിന്റെ തൊട്ടു മുന്നിലായിട്ട് വലിയൊരു കൊക്കയുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ കാർ കറക്കി തിരിച്ച് എങ്ങനെയൊക്കെയോ അതിന്റെ മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ട്. ആ ഒരു കൊക്കയ്ക്ക് തൊട്ടരികിലായിട്ടായിരുന്നു നമ്മുടെ കാർ നിൽക്കുന്നുണ്ടായിരുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ കാറ് കൊക്കയിലേക്ക് പോകുമായിരുന്നു. ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഹീറോ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബാക്ക് സീറ്റിൽ ഹീറോയിൻ ഉണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ വരുന്ന വരവിൽ തന്നെ കാറിന്റെ ബാക്കിലത്തെ ഡോർ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവൾ ഈ ഒരു ഡോർ വഴി തീർച്ചയായിട്ടും കൊക്കയിലേക്ക് വീണിട്ടുണ്ടാവും. ഹീറോ പേടിച്ചിട്ട് ഇപ്പോ പുറത്തിറങ്ങി നോക്കുകയാണ്. എന്നാൽ കുറച്ചപ്പുറത്തുനിന്നായിട്ട് ഒരു ചെറിയ ഞരക്കം കേൾക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഹീറോയിൻ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇവൻ ആ ഒരു കാർ തിരിക്കുന്നതിന് മുന്നേ തന്നെ ഹീറോയിൻ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഹീറോ ഇപ്പോൾ ഓടിപ്പോയിട്ട് ലോറയുടെ കെട്ടുകളൊക്കെ അയച്ചു കൊടുക്കുകയാണ്. ഹീറോയിൻ പറയുന്നുണ്ട്, നിനക്ക് മര്യാദയ്ക്ക് ഒരു കാർ പോലും ഓടിക്കാൻ അറിയില്ലടാ, ഇനി ഞാനായിരിക്കും ഈ ഒരു കാർ ഓടിക്കുന്നത്, ഞാൻ മര്യാദയ്ക്ക് ഓടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ആ ഒരു കാറിന്റെ അടുത്തേക്ക് നടന്നു പോവാണ്. എന്നിട്ട് കാറിൽ കയറാനായിട്ട് ഡോർ തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അതേ സമയത്ത് തന്നെ കാറിന്റെ വെയിറ്റ് ബാലൻസ് ആവാതെ അതിപ്പോ കൊക്കയിലേക്ക് മറിഞ്ഞു പോവാണ്. ഇത് കണ്ടിട്ട് രണ്ടുപേരും കിളി പോയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ ചോദിക്കുകയാണ്, ഇനി നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് ഫോൺ എടുത്തിട്ട് ആരെങ്കിലും ഹെൽപ്പിന് വിളിച്ചാലോ? ഹീറോയിനും ഇപ്പോ അതാണ് നല്ലൊരു വഴിയും തോന്നുകയാണ്. പക്ഷെ ഹീറോ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. അവന്റെ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാറിന്റെ ഉള്ളിലാണ്. രണ്ടുപേരും കൂടിയിട്ട് ഇപ്പോ താഴേക്ക് നോക്കുന്നുണ്ട്. വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ആ ഒരു കാറ് കിടക്കുന്ന ഭാഗത്തേക്ക് താഴേക്ക് അവർ ഇറങ്ങി പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വില്ലനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഹീറോയിനെ കെട്ടിവെച്ചിട്ടുള്ള ആ ഒരു ടെന്റിന്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. അവളെയും അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഇവൻ കൊടുത്തിട്ടുള്ള ആ ഒരു പേപ്പറും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. വില്ലന്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും രണ്ടാളുകൾ ഉണ്ടാവില്ലേ, ലോറേറ്റയെ തട്ടിക്കൊണ്ടുവന്ന രണ്ടാളുകള്. അതിലൊരാള് ഈ ഒരു ഐലൻഡിൽ തന്നെയുള്ള ആളാണ്. അവനെ നമുക്ക് ടോം എന്ന് വിളിക്കാം. ഈ നാട്ടിലുള്ള ആളുകളുടെ അടുത്ത് ഒരുപാട് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ എല്ലാം കൊടുത്തിട്ട് വില്ലൻ ഇവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ടോമിന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ടോം ഇവരുടെ കൂടെ കൂടിയിട്ടുള്ളത്. ഇതേ സമയത്ത് ലോറയുടെയും നമ്മുടെ ആലന്റെയും അതുപോലെ ജാക്ക് ട്രെയിനറിന്റെയും ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരിപ്പോ നേരെ പോലീസിന്റെ അടുത്തേക്ക് വരാണ്. നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറയുന്നുണ്ട്. എന്നാൽ പോലീസുകാരെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുള്ള ആ ഒരു ഐലൻഡ് അത് ഇവരുടെ കൺട്രോളിലുള്ള സ്ഥലമല്ല, അതുകൊണ്ട് തന്നെ വേറെ ചില ഏജൻസികളെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയാണ്. ഈ ഒരു സമയപ്പത്തേക്കും ലോറയുടെയും ആലനും കൂടിയിട്ട് അവരുടെ ആ ഒരു കാറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കാർ തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇവരുടെ ഫോണുകൾ നിലത്ത് വീണ്ടും പൊട്ടിപ്പോയിട്ടുണ്ട്.
ഇനി എന്താ ചെയ്യാന്നറിയാതെ അവർ ആ ഒരു കാട്ടിലൂടെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇവരവിടുന്ന് പോയിട്ട് ഒരുപാട് സമയം ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വില്ലന്റെ ആളുകൾ അവിടേക്ക് എത്താണ്. ഇപ്പോൾ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ചെറിയൊരു പുഴയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹീറോയിൻ പറയാണ് നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ കൂടെ പോകുന്നതാണ് സേഫ്, നമുക്ക് അങ്ങനെ മുന്നിലേക്ക് പോവാന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് വെള്ളം അത്ര പറ്റുന്ന കാര്യമല്ലായിരുന്നു. ഒരു വിധത്തില് അവനും ഇപ്പോൾ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇവർ അന്വേഷിച്ച് വന്നിട്ടുള്ള വില്ലന്റെ ടീം ആ ഒരു ഭാഗത്തൊക്കെ വിശദമായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ടോം ഒരു കാര്യം കാണാണ്. അതായത് നമ്മുടെ ഹീറോയിന്റെ ഡ്രസ്സ് വളരെ കളർഫുൾ ആയിരുന്നില്ലേ, അതിൽ നിന്നും ചില ഭാഗങ്ങളെല്ലാം അടർന്ന് നിലത്തേക്ക് വീണിട്ടുണ്ട്. അത് അവിടെയൊക്കെ കിടക്കുന്ന കഴിഞ്ഞപ്പോൾ ഇവർ ഏത് ഡയറക്ഷനിലേക്കാണ് പോയത് എന്നുള്ളത് ടോമിന് മനസ്സിലായിട്ടുണ്ട്. ലോറയും ആലനും കൂടിയിട്ട് നടന്ന് ഇപ്പൊ ആ ഒരു പുഴ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആലന്റെ ബാക്കിൽ ഒരുപാട് ചോര കുടിക്കുന്ന അട്ടകൾ അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ ആലനോട് തിരിഞ്ഞു നിൽക്കാൻ പറയാണ്. അല്ലനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നെർവസ് ആവുന്നുണ്ട്. അവന്റെ അടുത്ത് അവളിപ്പോ ഷർട്ട് അയക്കാൻ പറയാണ്. നോക്കുമ്പോൾ ഒരുപാട് അട്ടകൾ അവിടെ ഉണ്ടായിരുന്നു. അവളിപ്പോ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കളയാണ്. ഇതിനിടയിൽ അവന്റെ പാന്റിന്റെ ഉള്ളിലും ചില അട്ടകൾ കയറിയിട്ടുണ്ടെന്നുള്ളത് അവൾക്ക് മനസ്സിലാവാണ്. അവനോട് ഇപ്പോ പാന്റ് അഴിക്കാനായിട്ട് പറയുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ നെർവസ് ആയിട്ട് ആ ഒരു പാന്റ് അഴിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്റെ ബാക്ക് സൈഡിൽ മുഴുവനും അട്ടകൾ കടിച്ചങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഹീറോയിൻ ഇപ്പോ കണ്ണൊക്കെ അടച്ചിട്ട് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് എടുത്ത് തോണ്ടി കളയുന്നുണ്ട്. ഇപ്പൊ ടോമും അവന്റെ ടീമിലുള്ള 1-2 ആളുകളും കൂടിയിട്ട് ആ ഒരു പുഴയിൽ ഇറങ്ങി ഇവരെ അന്വേഷിച്ച് മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് പോവാണ്. ഇതിന്റെ ഇടയിൽ ടോം പറയുന്നുണ്ട്, നമ്മൾ ഈ ഒരു കാടിനെ വിഴുങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാട് നമ്മളെ മുഴുവനായിട്ട് വിഴുങ്ങും, അങ്ങനെ പഴമക്കാര് പറയാറുണ്ടായിരുന്നു. ഹീറോയിനും കൂടിയിട്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഹീറോയിൻ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് പോവാണ്. അവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കല്ലിന്റെ മുകളിൽ ചില എംബ്ലങ്ങളെല്ലാം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഇപ്പോ ആ ഒരു പായലെല്ലാം മാറ്റി നോക്കുകയാണ്. അത് ഈജിപ്ഷ്യൻ ലെറ്റേഴ്സ് ആണ്. ഹീറോയിൻ ഇപ്പോ അത് ഡീകോഡ് ചെയ്യുന്നുണ്ട്. അതിലെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണീര് കൊണ്ട് നിറച്ചിട്ടുള്ള ഒരു കിണറിന്റെ ഉള്ളിലാണ് കാലാ രാജാവിന്റെ ശരീരം അടക്കിയിട്ടുള്ളത്. ആ ഒരു ശവകുടീരം അവിടെയാണ് ഉള്ളതെന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയപ്പത്തേക്കും ഹീറോയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവളുടെ കയ്യിലുണ്ടായിരുന്ന വില്ലൻ കൊടുത്തിട്ടുള്ള ആ ഒരു പേപ്പറും അവൾ അവിടെ വെച്ചിട്ട് ഒത്തു നോക്കുകയാണ്. ഹീറോയെ കണ്ട ഉടനെ തന്നെ അവൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുള്ള ആ ഒരു പേപ്പർ മാറ്റുന്നുണ്ട്. കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രം അവളിപ്പോ അവന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ ഇടയിൽ വില്ലന്റെ ടീംസ് അങ്ങോട്ടേക്ക് വരുന്നത് ഹീറോ കാണുന്നുണ്ട്. അവനിപ്പോ ഹീറോയിന്റെ അടുത്ത് പറയാണ്, നമുക്ക് ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറണം, അല്ലാതെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് വേറൊരു വഴിയില്ല എന്നുള്ളത്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഒരു വിധത്തില് ആ ഒരു മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ കാലിലൊരു ഹൈ ഹീൽസ് ഷൂസ് ഇട്ടിട്ടായിരുന്നു ആ ഒരു മല കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് അവർ വലിഞ്ഞു കയറാണ്. ഇതേ സമയത്ത് നമ്മുടെ ബെത്ത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഐലൻഡിലുള്ള എയർപോർട്ടിലല്ല, അവരുടെ നാട്ടിലുള്ള എയർപോർട്ടിലാണ് ബെത്ത് ഉള്ളത്. ഇപ്പോ എത്രയും പെട്ടെന്ന് എനിക്കൊരു ടിക്കറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ലോറ ഇപ്പൊ ഹീറോയുടെ ബാഗിലൊക്കെ തപ്പി തെരഞ്ഞിട്ട് തീയിടാനായിട്ടുള്ള 1-2 സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ്. ചില ചുള്ളിക്കമ്പുകളൊക്കെ കൂട്ടി വെച്ചിട്ട് അവൾ തീയിടുന്നുണ്ട്. എന്നാലും പുകയാന്നല്ലാതെ മര്യാദയ്ക്ക് കത്തുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ബാഗിലുണ്ടായിരുന്ന ഒരു ഓയിൽ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവളിപ്പോ ആ ഒരു ഓയിൽ എടുത്തിട്ട് തീയിലേക്ക് ഒഴിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ തീ ആളി പടർന്ന് കത്തുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ അവൾക്ക് ഒരുപാട് സന്തോഷമാവാണ്. എന്നാൽ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തീയിലേക്ക് നോക്കിയിട്ട് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ലോറേട്ട നമ്മുടെ ആലനോട് അവന്റെ ഷർട്ട് അയക്കാൻ പറയാണ്. ഷർട്ട് അയച്ച് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ആ ഒരു വെള്ളത്തിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒരുപാട് മുറിവുകളും അലർജിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവൻ ഇങ്ങനെയുള്ള വെള്ളം ഭയങ്കര അലർജിയാണ്. ഹീറോയിൻ ഇപ്പോ അതിന് മരുന്നൊന്നുമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ പറയാണ്, ആ ഒരു മരുന്നാണ് നീ എടുത്ത് തീയിലൊഴിച്ചെന്ന്. ഇത് കേട്ടിഞ്ഞപ്പോ ഹീറോയിന് ഒന്ന് ചമ്മുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോ ഏലന്റെ ബാഗെല്ലാം തപ്പിത്തെറിഞ്ഞിട്ട് അതിന്റെ അകത്തുനിന്ന് ഒരു ഫേസ് മാസ്ക് പുറത്തെടുക്കുകയാണ്. ആ ഒരു ഫേസ് മാസ്ക് ഇപ്പോ അവന്റെ ബാക്കിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് രാത്രി കിടന്നുറങ്ങാനായിട്ട് ആകെ ഒരു ഹാമക്ക് മാത്രമേ ഇവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അവിടെ ഉണ്ടായിരുന്ന മരത്തിലേക്ക് വലിച്ചു കെട്ടിയിട്ട് രണ്ടുപേരും അതിന്റെ ഉള്ളിൽ തിങ്ങിഞ്ഞിറങ്ങി കിടക്കുകയാണ്. ഇതേ സമയത്ത് വില്ലനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയിനും ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ വില്ലന് നല്ല രീതിയിൽ ടെൻഷൻ ആവാണ്. അവനിപ്പോ അവരുടെ ആളുകളോട് മുഴുവനും ദേഷ്യപ്പെടുന്നുണ്ട്. എന്ത് വില കൊടുത്താലും വേണ്ടില്ല, ആരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് ആ ഒരു പേപ്പർ തിരിച്ചു കിട്ടണം. എത്രയും പെട്ടെന്ന് അവർ തെരഞ്ഞു കണ്ടുപിടിക്കാൻ പറയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഐലൻഡിലേക്ക് നമ്മുടെ ബെത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടുന്ന് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് പിടിച്ചിട്ട് വേണം നമ്മുടെ ഹീറോയിനും ഉള്ള ആ ഒരു ഭാഗത്തേക്ക് ഇവൾക്ക് പോകാനായിട്ട്. പക്ഷെ ആ ഒരു സമയത്ത് അവിടേക്ക് ഒരൊറ്റ ഫ്ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ബെത്ത് എയർപോർട്ടിലുള്ള ആളുകളോട് മുഴുവനും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കച്ചറ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഓസ്കാർ എന്ന് പേരുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബെത്തിനോട് സംസാരിച്ചിട്ട് അയാൾ കമ്പനി ആവാനായിട്ട് ശ്രമിക്കുകയാണ്. ബെത്താണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഇതിനൊന്നും നേരമല്ല, എന്റെ 2 ഫ്രണ്ട്സിനെ അവിടെ കാണാതെ ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ ചെല്ലണം, അവിടെയുള്ള പോലീസുകാരോട് കാര്യങ്ങളെല്ലാം പറയണം, അവരെ രക്ഷിക്കണം എന്നൊക്കെ അവളും പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഓസ്കാർ പറയാണ്, എന്റെ കയ്യിൽ ഒരു പ്രൈവറ്റ് പ്ലെയിൻ ഉണ്ട്, നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ അവിടെ എത്തിക്കാന്ന് പറയാണ്. ബെത്തിന് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവളിപ്പോ ഓസ്കാറിന്റെ കൂടെ പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഹീറോ എണീക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയിൻ ലോറേറ്റ് എണീറ്റിട്ടുണ്ട്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പേപ്പർ അത് അവൾ എടുത്ത് നോക്കുകയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവൾ ഒന്നുകൂടി ഡീകോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഹീറോ അവളുടെ തൊട്ട് ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആ ഒരു പേപ്പർ എടുത്തിട്ട് വരരുതെന്ന്. നമ്മൾ ഈ ഒരു പേപ്പറുമായിട്ട് വന്നുകൊണ്ടാണ് ആ ഒരു വില്ലന്റെ ആളുകൾ നമ്മുടെ പുറകെ തന്നെ കൂടിയിട്ടുള്ളത്. നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്കില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആലൻ ഇപ്പൊ ദേഷ്യപ്പെടുകയാണ്. ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കിട്ടിയപ്പോ ഹീറോയിനും ദേഷ്യം വരാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ട് ഞാനൊരു റൊമാൻറ്റിക് നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നോവലിന്റെ കവർ ഫോട്ടോയ്ക്ക്
വേണ്ടിയിട്ട് ഒട്ടും ഫേമസ് അല്ലാത്ത ഒരാളെ ഞങ്ങൾ ഹയർ ചെയ്തിട്ടുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് ആ ഒരു നോവൽ ഹിറ്റ് ആവാണ്. അതുകൊണ്ട് തന്നെ നോവലിന്റെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ആ ഒരു മോഡലും ഹിറ്റ് ആവാണ്. ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ള ഞാനും ഫേമസ് ആവാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. ഇതാ ഇപ്പൊ ഈ ഒരു കാട്ടിൽ വെച്ചിട്ട് ഞാൻ മരിക്കാൻ പോവാന്നൊക്കെ അവള് വളരെ ടെൻഷനോടെ ഇങ്ങനെ പെരുപുറത്തോണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കും ഒരുപാട് വിഷമാവാണ്. അവനിപ്പോ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാ നമുക്ക് പോവാന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ വില്ലന്റെ ആളുകള് അവിടെ ബൈക്കുമായിട്ട് വരുന്നുണ്ട്. ഇവരുടെ പുറകെ തന്നെ ആ ഒരു ബൈക്കുമായിട്ട് സ്പീഡിൽ വരികയാണ്. തുരുതുരാന്ന് ഇവർക്ക് നേരെ അവർ വെടിവെക്കുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തില് ഹീറോയിനും രണ്ട് വഴിക്ക് സ്പ്ലിറ്റ് ആവാണ്. ഈ ഒരു സമയത്ത് ഹീറോയിൻ ഒന്നും ചെയ്യാതെ ഹീറോയിന്റെ പുറകെയാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ആലിനെ മാത്രം കൊല്ലാനാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ആ ഒരു നിധി കണ്ടുപിടിക്കാനായിട്ട് ഹീറോയിന്റെ ഹെൽപ്പ് അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് അവളെ കൊല്ലാതിരിക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അവൻ ഹീറോയിനോട് അവളുടെ ഡ്രസ്സ് അഴിക്കാനായിട്ട് പറയാണ്. അവളുടെ ഡ്രസ്സിന്റെ ചില ഭാഗങ്ങൾ അവളിപ്പോ കീറിയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവനിപ്പോ ആ ഒരു ഡ്രസ്സ് കൊണ്ടിട്ട് ഈ ഒരു കാടിന്റെ ഒരു ഭാഗത്തായിട്ട് കോലിൽ കുത്തി അങ്ങനെ വെക്കുകയാണ്. ഇവളുടെ ആ ഒരു ഡ്രസ്സ് ഭയങ്കര തിളക്കമുള്ളതായതുകൊണ്ട് തന്നെ ബൈക്കർ അവളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഡ്രസ്സ് വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഭയങ്കര സ്പീഡിൽ വരികയാണ്. ഇതിനിടയിൽ ഹീറോയിനും കൂടിയിട്ട് മറ്റൊരു തുണിക്കഷ്ണം എടുത്തിട്ട് ഒരു ബൈക്കാരന്റെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൻ നേരെ പോയിട്ട് മറ്റൊരു ബൈക്കാരനെ ഇടിച്ചിട്ട് ഇപ്പൊ രണ്ട് ബൈക്കും കൂടിയിട്ട് ആ ഒരു വലിയ കൊക്കയിൽ നിന്നും താഴേക്ക് വീഴാണ്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ രണ്ടുപേരും നന്നായിട്ട് പേടിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ട് രണ്ടാളുകളെ കൊന്നിരിക്കുകയാണ്. ഹീറോ ഇപ്പൊ പറയുന്നുണ്ട് നമ്മൾ കൊല്ലണമെന്ന് വിചാരിച്ചല്ലോ ചെയ്തത്, അതൊരു ആക്സിഡന്റ് ആണ്, ഇത് നമ്മൾ കാരണമല്ല ഉണ്ടായെന്നൊക്കെ ഹീറോയിനും ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചിട്ട് ഇപ്പോ മുന്നോട്ടേക്ക് നടക്കുകയാണ്. അവരങ്ങനെ നടന്നിട്ട് ഇപ്പൊ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ എത്തിയ ഉടനെ തന്നെ ഹീറോയിൻ ബെത്തിന് കോൾ ചെയ്തിട്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്. ആലൻ ആണെന്നുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് നടന്ന സംഭവം മുഴുവനും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോലീസുകാരും ഇപ്പോ അവരെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ഗ്രാമത്തില് ഇപ്പൊ തൽക്കാലം ഒരു റൂമൊക്കെ എടുത്തിട്ട് അങ്ങനെ സെറ്റിൽ ആവാണ്. വൈകുന്നേരം അവിടെ വെച്ചിട്ട് ചെറിയൊരു പാർട്ടി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോ പോയിട്ട് ആ ഒരു പാർട്ടിയിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഹീറോയിനും ഇവൻ ഡാൻസ് ഒക്കെ കളിക്കുന്നത് കണ്ടിട്ട് അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവളും ഇപ്പോൾ ആ ഒരു പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വയസ്സായിട്ടുള്ള ഒരു ലേഡി ഇപ്പോൾ ഹീറോയിനെയും ഒരുമിച്ച് ഡാൻസ് കളിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. ഇവരും ഇപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നിട്ട് അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു മുത്തശ്ശി പാടുന്ന പാട്ടില് കണ്ണീര് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു കിണർ അങ്ങനെ ഒരു പോർഷൻ വരുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോയിന് അവൾ ആ ഒരു കടലാസിലുള്ളത് ഡീകോഡ് ചെയ്തത് ഓർമ്മ വരികയാണ്. അവൾ വേഗം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു വരികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു മുത്തശ്ശിയും ഹീറോയിന് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവരുടെ നാട്ടില് കടലിനടുത്തായിട്ട് ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ഒരു ടണലുണ്ട്. ആ ഒരു ടണൽ വഴി ഉള്ളിലേക്ക് കയറി പോകാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഹീറോയിന് മനസ്സിലായിട്ടുണ്ട്. അവൾ ഓടിപ്പോയിട്ട് ഹീറോയിന്റെ അടുത്തും ഈ ഒരു കാര്യങ്ങളെല്ലാം പറയാണ്. നമുക്ക് ആ ഒരു നിധി എടുക്കാൻ പോവാം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നാൽ ആദ്യമൊക്കെ ഹീറോ അതിന് സമ്മതിക്കുന്നില്ലായിരുന്നെങ്കിലും പിന്നീട് ഇവളുടെ മുഖത്തുള്ള സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയും അങ്ങോട്ടേക്ക് പോവാൻ സമ്മതിക്കുകയാണ്. ഇവർ ബുക്ക് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് ഹീറോയും ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ വില്ലന്റെ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരിപ്പോ ഹീറോയിനെ പിടിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. ഫോണെല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് അവളെ വില്ലന്റെ വണ്ടിയിലേക്ക് കയറ്റുന്നത് ഹീറോ കണ്ടിട്ടുണ്ട്. ആ ഒരു വണ്ടി അവിടുന്ന് പാഞ്ഞു പോവാണ്. ഹീറോയ്ക്ക് എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമുണ്ടായിരുന്നില്ല. അവൻ അവിടെ ഉണ്ടായിരുന്ന ചില ലോക്കൽസിന്റെ കയ്യിൽ നിന്നും ഒരു ബൈക്ക് വാങ്ങിയിട്ട് വില്ലന്റെ വണ്ടിയുടെ പുറകെ തന്നെ വെച്ച് പിടിക്കുകയാണ്. വണ്ടിയുടെ ഉള്ളിൽ വില്ലൻ ഹീറോയിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കയ്യിലല്ലേ ഞാൻ തന്നിട്ടുള്ള ഒരു പേപ്പർ ഉള്ളത്, അത് നീ കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതെന്താന്നുള്ളത് അവനിപ്പോ ചോദിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വണ്ടിയുടെ ബാക്കിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വില്ലൻ പോയി നോക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ അങ്ങനെ ആ ഒരു ബൈക്കിൽ പറന്നു വരുന്നതായിട്ട് അവൻ കാണാണ്. ഈ ഒരു സമയത്ത് ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കരനായിട്ടുള്ള ഒരാളാണ്. ഒരു മിലിറ്ററി ട്രൂപ്പ് വന്നാൽ പോലും അവൻ ഒറ്റയ്ക്ക് എല്ലാത്തിനും അടിച്ചു നിരത്തും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ബിൽഡപ്പ് കൊടുത്തിട്ട് വില്ലന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇപ്പൊ ബൈക്ക് കൊണ്ട് അവരുടെ ട്രക്കിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ബൈക്കിൽ നിന്നും ട്രക്കിലേക്ക് അവൻ വലിഞ്ഞു കയറാണ്. ഈ ഒരു സമയത്താണ് അവന്റെ ഫേസ് വില്ലൻ കാണുന്നത്. ഓ, ഇത് നിന്റെ ബുക്കിന്റെ കവർ മോഡൽ അല്ലേ, അവനെ കൊണ്ട് തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ വില്ലൻ ഇപ്പൊ പുച്ഛിക്കുന്നുണ്ട്. ടോമിയും അതുപോലെ തന്നെ വില്ലന്റെ മറ്റു രണ്ട് ആളുകളും കൂടിയിട്ട് അവർ ആ ഒരു വണ്ടിയുടെ മുകളിലേക്ക് കയറാണ്. ഹീറോ അവിടെ നിന്ന് കുറച്ചു നേരം ഫൈറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും വില്ലന്റെ ആളുകളോട് അവന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അവനെ പിടിച്ചിട്ട് ആ ഒരു ട്രക്കിന്റെ ഉള്ളിൽ ഇരുത്താണ്. ഇനിയിപ്പോ രക്ഷപ്പെടാനായിട്ട് വേറൊരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ നിധി വെച്ചിട്ടുള്ള സ്പോട്ട് നമ്മുടെ വില്ലന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരിപ്പോ നേരെ ഒരു ബോട്ടിൽ കയറിയിട്ട് അവിടേക്ക് പോവാണ്. അത് കടലിനോട് ചേർന്നിട്ടുള്ള വലിയൊരു ഗുഹയായിരുന്നു. ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ഒരുപാട് ദൂരം പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയാം. വില്ലൻ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മൊട്ടത്തലയിലെ അവനോട് വിളക്കൊക്കെ ആയിട്ട് മുന്നിൽ നടക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കൊക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഹീറോ വീഴാൻ പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ മൊട്ടയാണെന്നുണ്ടെങ്കിൽ ഉറക്കെ ചിരിക്കുകയാണ്. നോക്കി കണ്ട് വാടാന്നൊക്കെ അയാൾ ഇപ്പൊ പറയുന്നുണ്ട്. എന്നാൽ അടുത്ത നിമിഷം തന്നെ കാല് തെറ്റിയിട്ട് അയാളും താഴേക്ക് വീഴാണ്. ഹീറോയിനും കൂട്ടിയിട്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നൊക്കെ വില്ലന്റെ അടുത്ത് അവർ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ വില്ലനാണെന്നുണ്ടെങ്കിൽ തോക്ക് ചൂണ്ടിയിട്ട് ഇവരോട് മുന്നിലേക്ക് തന്നെ നടക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പോയിട്ട് ഈ ഒരു ഗുഹയുടെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മുന്നിലേക്ക് പോകാനായിട്ടുള്ള ഒരു വഴിയും കാണുന്നില്ല. അവിടെ ഇവർ സ്റ്റക്ക് ആവാണ്. ഇപ്പോ ഹീറോയിനും കൂടിയിട്ട്
ഇത് ഇവിടെ വരെയുള്ളൂ, നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ റോങ് ആണ്, നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകാന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ വില്ലനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. അവനിപ്പോ അവന്റെ ഗണ്ണ് എടുത്തിട്ട് ഇവരെ രണ്ടുപേരും ഭീഷണിപ്പെടുത്താണ്. എത്രയും പെട്ടെന്ന് ആ ഒരു നിധി കണ്ടുപിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇവിടെ വെച്ച് തന്നെ കൊന്നുകളയെന്ന് പറയാണ്. ഇതിനിടയിൽ ഹീറോന്റെ ശരീരത്തിലേക്ക് എവിടുന്ന് ഒരു കാറ്റ് വന്ന് അടിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാറ്റ് വരാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി ഇവിടെ ഉണ്ടാവും. അവൻ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ചുമരിന്റെ സൈഡിലായിട്ട് ഒരാള് മാത്രം കിടക്കാൻ പാകത്തിനുള്ള ഒരു ഓട്ട അവൻ കണ്ടുപിടിക്കുകയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അവൻ അറിയില്ല. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാത്ത് തന്നെയാണത്. വില്ലനിപ്പോ ഹീറോയിന്റെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. മര്യാദയ്ക്ക് നീ അതിന്റെ ഉള്ളിലേക്ക് കയറിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊന്നുകളയെന്ന് തന്നെ പറയാണ്. ഹീറോ ഇപ്പൊ നമ്മുടെ ലോറയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗുഹേന്റെ ഉള്ളിലേക്ക് കയറാണ്. അവൻ മെല്ലെ മെല്ലെ ആ ഒരു ടണലിന്റെ അപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെയായിരുന്നു ആ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നത്. ഹീറോ ഇപ്പോ ഈ ഒരു കാര്യം എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഹീറോയിനും അതുപോലെ തന്നെ വില്ലന്റെ ആളുകളും വില്ലനും എല്ലാവരും ഇപ്പോ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. അവര് മെല്ലെ മെല്ലെ ആ ഒരു ടെമ്പിളിന്റെ ഉള്ളിലേക്ക് നടന്ന് കയറുന്നുണ്ട്. ഇതിനിടയിൽ വില്ലനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരും കാണാത്തൊരു സ്ഥലത്ത് ഒരു ടെമ്പിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഇവിടേക്ക് വരാൻ പോകുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ടാക്കിയെന്നൊക്കെ അവൻ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ്, കാല രാജാവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആരും വരാത്ത ഇങ്ങനെ ഒരു ടെമ്പിള് രാജ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത്. അവര് രണ്ടുപേരും ഇവിടെ വെച്ച് തന്നെയാണ് മരിച്ചത്. ഇപ്പൊ എല്ലാരും കൂടിയിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന് നടുവിലായിട്ട് രാജാവിന്റെയും രാജ്ഞിയുടെയും ആ ഒരു ശവകുടീരം ഉണ്ടായിരുന്നു. വില്ലനിപ്പോ അത് തുറക്കാനായിട്ട് പറയാണ്. എന്നാൽ ഹീറോയിനും അത് തുറക്കരുത്, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ വില്ലനാണെന്നുണ്ടെങ്കിൽ അത് തുറക്കാതിരിക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാരും കൂടിയിട്ട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വലിയ ശവപ്പെട്ടിക്ക് മുകളിലുള്ള പലക ഇളക്കി മാറ്റാണ്. നോക്കുമ്പോ രാജാവിന്റെയും രാജ്ഞിയുടെയും എല്ലും കൂടുകള് ആ ഒരു പെട്ടിക്കുള്ളിലുണ്ടായിരുന്നു. എന്നാൽ ഇവർ വിചാരിച്ചതുപോലെ രാജ്ഞിയുടെ കിരീടം ഡയമണ്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയതല്ലായിരുന്നു. കടലിൽ നിന്ന് കിട്ടുന്ന ചില ഷെല്ലുകൾ വെച്ചിട്ടായിരുന്നു ആ ഒരു കിരീടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ വില്ലന് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. ഇതാണോ ആ ഒരു കിരീടം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനും ഇത് തന്നെയാണ് നീ തെരഞ്ഞു വന്നിട്ടുള്ള ആ കിരീടം എന്ന് പറയാണ്. ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് എടുത്തിട്ട് ആ ബിൽഡിങ്ങിന്റെ ചുമരുകളിലേക്ക് അടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവരുടെ ലൈഫിൽ നടന്ന കഥകൾ മുഴുവനും അവിടെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഇപ്പൊ പറയാണ്, ഈ ഒരു രാജാവ് വർഷത്തിൽ ഒരിക്കല് കടലിന്റെ അടിയിലേക്ക് പോയിട്ട് ഓരോരോ കടൽ ചിപ്പികൾ എടുത്തിട്ട് വരും. അങ്ങനെ കുറെ ആയി കഴിഞ്ഞപ്പോ ആ ഒരു ചിപ്പികൾ വെച്ചിട്ട് അവന്റെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് അവനൊരു മനോഹരമായിട്ടുള്ള കിരീടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു രാജ്ഞിക്ക് ഡയമണ്ടുകളെക്കാളും ഒരുപാട് വിലപിടിപ്പുള്ളതായിരുന്നു ആ ഒരു കിരീടം. കാരണം ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്നേഹം അത്രയധികം വലുതായിരുന്നു. ഇത് കേട്ട സമയത്ത് തന്നെ നമ്മുടെ വില്ലന് നല്ല രീതിയിൽ പ്രാന്തളകുകയാണ്. അവനിപ്പോ ഹീറോയോടും ഹീറോയിനോടും ഈ ഒരു കല്ലറയുടെ ഉള്ളിലേക്ക് കയറി കിടക്കാനായിട്ട് പറയുന്നുണ്ട്. ടോം ആ ഒരു ഐലൻഡിലുള്ള ആളല്ലേ, അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും അതിന്റെ ഉള്ളിലേക്ക് കയറ്റി കിടത്തരുത് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ വില്ലനാണെന്നുണ്ടെങ്കിൽ ഗണ്ണ് ചൂണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെയും കല്ലറയ്ക്കുള്ളിലേക്ക് കയറ്റുകയാണ്. അതിനുശേഷം ടോമിനോട് ആ ഒരു കല്ലറയുടെ കഥ കടയ്ക്കാനായിട്ട് പറയാണ്. എന്നാൽ അവൻ ഇതിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹീറോ ഇപ്പൊ ഗണ്ണ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അവനെ കൊണ്ട് ആ ഒരു കല്ലറയുടെ മൂടി അവിടെ നടപ്പിക്കുകയാണ്. അങ്ങനെ ഹീറോയിനും അതിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട്. ഈ ഒരു സമയപ്പത്തേക്കും ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഇങ്ങനെ കുലുങ്ങാനായിട്ട് തുടങ്ങുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന്റെ അടുത്തായിരുന്നു. അത് പൊട്ടിത്തെറിക്കാനായിട്ട് പോവാണ്. അതിനു മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ടോമും വില്ലനും കൂടിയിട്ട് ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് വരികയാണ്. അതിവേഗത്തില് ടോം പുറത്തേക്ക് ഓടി പോകുന്നുണ്ട്. ഇവൻ ഇത്രയും വേഗത്തില് ഇവിടുന്ന് ഓടി പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് വില്ലനും അവന്റെ പുറകെ തന്നെ വരികയാണ്. എന്നാൽ വില്ലൻ എത്തുന്നതിന് മുന്നേ തന്നെ ഇവർ വന്നിട്ടുള്ള ബോട്ടുമായിട്ട് ടോം അവിടുന്ന് പോയിട്ടുണ്ട്. നീ ഞങ്ങളുടെ ഈ ഒരു നാട് നശിപ്പിക്കാനായിട്ട് വന്നതല്ലേ, അവിടെ കിടന്ന് ചാവടാന്ന് പറഞ്ഞിട്ട് ടോം അവിടുന്ന് പോവാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ബെത്ത് ഇവിടേക്ക് ചെറിയൊരു കപ്പലുമായിട്ട് എത്തിയിട്ടുണ്ട്. ഹീറോയിനെയും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ബെത്ത് ഇപ്പോൾ ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ്. എന്നാൽ വില്ലനാണെന്നുണ്ടെങ്കിൽ അവരെവിടെയും ഞാൻ കണ്ടിട്ടില്ല, എന്നെ കൂടി ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവര് ഭയങ്കര സെന്റിമെന്റലായിട്ട് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്താണെങ്കിൽ ആ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ഭാഗം മുഴുവനും ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹീറോയിന്റെ കയ്യിലേക്ക് എന്തോ ഒരു കാര്യം തട്ടുന്നുണ്ട്. അവൾ അത് എടുത്ത് നോക്കുന്ന സമയത്ത് വലിയൊരു ഇരുമ്പിന്റെ പീസായിരുന്നു. അത് ഇവർ ഈ ഒരു കല്ലറ തുറക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു പാര പോലത്തെ എന്തോ ഒരു വെപ്പണായിരുന്നു. ഇവരിവിടുന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വില്ലൻ കാണാതെ ടോം ഈ ഒരു കല്ലറയുടെ ഉള്ളിലിട്ടിട്ട് പോയതായിരുന്നു. ഇപ്പൊ ആ ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ട് കല്ലറ തുറന്ന് ഇവര് പുറത്തു വരാണ്. എന്നാൽ വന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്ന വഴി മുഴുവനും അടഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഇവിടെയുള്ള വെള്ളമെല്ലാം ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഒഴുകി പോകുന്നതായിട്ട് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കടലിൽ എത്താൻ സാധിക്കും. വെള്ളത്തിനടിയിലൂടെ ഒരു തുരങ്കം കടലിലേക്ക് പോകുന്നുണ്ടെന്ന് ഹീറോയിൻ ഇപ്പൊ പറയാണ്. പിന്നെ ഒട്ടും താമസിക്കാതെ ഹീറോയിനും കൂടിയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. ഒരു വിധത്തിൽ നീന്തിയിട്ട് അവര് കടലിന്റെ ആ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ബെത്ത് കപ്പലുമായിട്ട് നിൽക്കുന്ന കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും സന്തോഷമാവുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും കണ്ട സമയത്ത് ബെത്തിനും ഒരുപാട് സന്തോഷമാവാണ്. എന്നാൽ ഇവരുടെ കപ്പലിലേക്ക് നമ്മുടെ വില്ലനെയും കയറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ഇരുന്നിട്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെത്തിപ്പോ ഇയാളെ അറിയുമെന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അവനെ വിടരുത്, അവനാണ് ഞങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഈ ഒരു പ്രശ്നത്തിന് മുഴുവൻ കാരണം അവനാണെന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ വില്ലൻ അവിടുന്ന് എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ട് ഓസ്കാർ ചാടി വീണിട്ട് നമ്മുടെ വില്ലനെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു ഐലൻഡിൽ നിന്നും രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും തമ്മിൽ
റിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിട്ടുണ്ട്. ഹീറോയിൻ ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് ഒരു ബുക്ക് എഴുതാണ്. ആ ഒരു ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നുണ്ട്. അത് ആഘോഷിക്കാനായിട്ട് എല്ലാവരും കൂടി ഈ ഒരു ഐലൻഡിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ മാനേജർ ഉണ്ടല്ലോ, ഹീറോയിൻ എഴുതിയിട്ടുള്ള ഈ ഒരു കഥയൊക്കെ നമ്മുടെ മാനേജർ മുത്തശ്ശിക്ക് വായിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ബെത്തിനെയും ഓസ്കാറിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ചെറിയൊരു റിലേഷൻഷിപ്പിലായിട്ടുണ്ട്. ഹീറോയും ഹീറോയിനും കൂടിയിട്ട് കടൽക്കരയിൽ നിന്നിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ കിസ് ചെയ്യുന്ന ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.